ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്നഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. കർക്കിടക വാവുബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്ര പ്രചാരകനുമായ എം.പി. പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് ബിൽ അവതരിപ്പിച്ചത്. കേരള എന്നതിന് പകരമാണ് ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽ ഭേദഗതി വരുത്തി കേരളം എന്ന പേര് സംസ്ഥാനത്തിന് ഔദ്യോഗികമായി നൽകുന്നത്. केरल विधानसभा का केंद्र से अपील की थी कि वह संविधान अनुच्छेद 3 के अनुसार केरल राज्य के नाम को केरलम संबोधित करने के लिए तत्काल भारत के संविधान के अनुच्छेद 3 के प्रावधान के तहत केरल राज्य विधानमंडल को भेजने हेतु राष्ट्रपति जी को प्रस्तुत करने के लिए केरल सरकार के प्रस्ताव को मंजूरी दी है. കേന്ദ്ര മന്ത്രിസഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അംഗീകാരത്തിന് ശേഷമാണ് ബിൽ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തിയത്. ഇരുസഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി അംഗീകരിക്കുന്നതോടെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കും. പുനർനാമകരണ ബില്ലിന്മേലുള്ള ചർച്ചകളിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർ വിട്ടുനിന്നതിനെ ശ്രീ നിത്യാനന്ദ റായ് വിമർശിച്ചു. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബില്ലും ലോക്സഭ ഇന്ന് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ച കൂടാതെയാണ് ഇരു ബില്ലുകളും പാസാക്കിയത്. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ ഇന്നലെ പാസാക്കിയ ബിൽ രാജ്യസഭയും ഇന്ന് അംഗീകരിക്കുകയായിരുന്നു. ദേശീയ ട്രൈബ്യൂണൽ കമ്മീഷൻ രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിഷ്കരണ നടപടികളാണ് ബിൽ മുന്നോട്ടുവയ്ക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് കത്തയച്ചു. നിലവിൽ ഗാർഹിക ഇന്ധനം ബുക്കിംഗിനുള്ള കാത്തിരിപ്പ് കാലയളവ് നഗരപ്രദേശത്ത് 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവുമാണ്. ഓണക്കാലത്ത് അധിക ആവശ്യകതയുള്ളതിനാൽ ഈ സമയവ്യത്യാസം കുടുംബങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി സി.പി. ജോൺ. റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാഹനങ്ങളുടെ ബാഹുല്യത്താൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ റോഡുകളിലെ സീബ്ര ലൈനുകളുടെ വീതി അടിയന്തരമായി വർദ്ധിപ്പിക്കും. മൾട്ടി ലൈൻ ട്രാഫിക് വരുന്ന പാതകളിൽ പെഡസ്ട്രിയൻ ക്രോസിംഗ് റെസ്ക്യൂ സ്പോട്ട് സജ്ജീകരിക്കും. ഈ 2 സുരക്ഷാ സംവിധാനങ്ങളും തിരുവനന്തപുരം കിഴക്കേക്കോട്ട, സ്റ്റാച്യു എന്നിവിടങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അടിയന്തരമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിന് സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ പുലർച്ചെയാണ് പിതൃതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള തർപ്പണ കേന്ദ്രങ്ങളിലെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, തിരുമുല്ലവാരം മഹാവിഷ്ണു ക്ഷേത്രം, ആലുവ ശിവക്ഷേത്രം, തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള പ്രധാന തർപ്പണ കേന്ദ്രങ്ങളിലെല്ലാം വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയതായും മന്ത്രി അറിയിച്ചു. ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ ആലുവ മണപ്പുറത്ത് പൂർത്തിയായി. നാളെ പുലർച്ചെ ആരംഭിക്കുന്ന പിതൃതർപ്പണ കർമ്മങ്ങൾ വൈകിട്ട് 3 വരെ തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നെഹിമ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരങ്ങൾക്ക് ബലിയർപ്പിക്കാനായി ആവശ്യത്തിന് ബലിത്തറകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ പെരിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് മണപ്പുറത്ത് വെള്ളം കയറുകയും ചെളി അടിഞ്ഞുകൂടുകയും ചെയ്തിരുന്നു. ഇവിടെയെല്ലാം ചെളി നീക്കി ശുചീകരിച്ചിട്ടുണ്ട്. ബലിതർപ്പണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക് പരിഗണിച്ച് 400-ലേറെ പോലീസിനെയാണ് വിന്യസിക്കുന്നത്. KSRTC, കൊച്ചി മെട്രോ തുടങ്ങിയ പൊതുഗതാഗത സംവിധാനങ്ങളും കർക്കിടവാവിനോടനുബന്ധിച്ച് അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ തുടരുന്നു. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പ്രമുഖ ശാസ്ത്രജ്ഞനും ശാസ്ത്രപ്രചാരകനും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് ശാസ്ത്രത്തെ എത്തിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച അദ്ദേഹം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും രചിച്ചിട്ടുണ്ട്. തൃശൂർ കീരാലൂർ സ്വദേശിയായ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവന പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. മഴവെള്ളം ഇറങ്ങിയതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ജനങ്ങൾ വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയെങ്കിലും കുട്ടനാട്ടുകാരുടെ വെള്ളപ്പൊക്ക ദുരിതത്തിന് ഇതുവരെയും ശമനമുണ്ടായിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും മടങ്ങിയെത്തി ജനം വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. റോഡുകൾ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ്. അതിനാൽ ജലഗതാഗതം മാത്രമാണ് ഇപ്പോഴും കുട്ടനാട്ടിലുള്ള ഏക ഗതാഗത മാർഗം. മടവീണ കൃഷിനാശമുണ്ടായ പാടശേഖരങ്ങളിലെ നെൽകൃഷി വീണ്ടെടുക്കുവാനുള്ള ശ്രമവും തുടരുകയാണ്. സംസ്ഥാനത്ത് മഴയ്ക്ക് പൊതുവെ ശമനമുണ്ടായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 8:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഓണത്തോടനുബന്ധിച്ച് KSRTCയുടെ പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകളിൽ റിസർവേഷൻ ആരംഭിച്ചു. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമാണ് പ്രത്യേക സർവീസുകൾ നടത്തുന്നത്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തും. kerala.rtc.com വെബ്സൈറ്റിലൂടെയും എന്റെ KSRTC മൊബൈൽ ആപ്പ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓണക്കാലത്ത് ഗാർഹിക പാചകവാതക വിതരണത്തിനുള്ള കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംസ്ഥാനത്തെ റോഡുകളിൽ കാൽനടയാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. കർക്കടക വാവു ബലിക്കുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പൂർത്തിയായി. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. പ്രശസ്ത ചിന്തകനും ശാസ്ത്രപ്രചാരകനുമായ MP പരമേശ്വരൻ അന്തരിച്ചു. മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും കുട്ടനാട്ടിൽ മഴക്കെടുതികൾ തുടരുന്നു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.